നാളെ ധന്വന്തരി ജയന്തി. പാലാഴി മഥന സമയത്ത് കയ്യിൽ അമൃതകലശവുമായി ധന്വന്തരി മൂർത്തി പൊന്തി വന്നത് നാളെ, അതായത് കാർത്തിക മാസത്തിലെ കൃഷ്ണപക്ഷ ത്രയോദശിയിലാണെന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് നാളെ നമ്മൾ ധന്വന്തരി ജയന്തിയായിട്ട് ആഘോഷിക്കുന്നത്. ഈ ദിവസം നമുക്ക് ധന്വന്തരി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ ഒക്കെ പോയി ദർശനം നടത്തുകയും വഴിപാടുകൾ കഴിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം. ഈ വഴിപാടുകൾ നമുക്ക് സാധാരണ നമ്മൾ ഇന്നലെ പാൽപ്പായസമോ ത്രിമധുരമോ അല്ലെങ്കിൽ കദളിപ്പഴം ഇതൊക്കെ നമുക്ക് ചെയ്യാം. അതുതന്നെയല്ല, നമുക്ക് ധന്വന്തരി മന്ത്രം ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരേ അമൃതകലശഹസ്തായ സർവാമയ വിനാശായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമ. ഇതാണ് ഈ ഗായത്രി. ഇതാണ് ഈ ധന്വന്തരി മന്ത്രം. ഇത് നമ്മൾ ജപിക്കുക. വളരെ വിശിഷ്ടമാണ്. ധന്വന്തരി മൂർത്തി നമ്മളെ അനുഗ്രഹിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. അത് തന്നെയല്ല, ധന്വന്തരി ഗായത്രി ഉണ്ട്, അത് നമുക്ക് ജപിക്കാം. ഗായത്രി ഇതാണ്: വാസുദേവായ വിദ്മഹേ വൈദ്യരാജായ ധീമഹി തന്നോ ധന്വന്തരി പ്രചോദയാത്. ഇത് ഏതും വേണമെങ്കിലും നമുക്ക് ജപിക്കാം. എന്തായാലും ഈ സുദിനം ധന്വന്തരി ജയന്തി നമുക്ക് ഭഗവാന്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ എന്തായാലും ഈ ദേവന്മാരൊക്കെ കൂടുതൽ നമ്മളെ സഹായിക്കാനായിട്ട് അനുഗ്രഹിക്കാനായിട്ട് മുതിരുമെന്നുള്ളതിന് യാതൊരു സംശയം വേണ്ട. അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ രോഗങ്ങളും പോകട്ടെ, എല്ലാവർക്കും ഒരു ആരോഗ്യദൃഢപാത്രമായ ശരീരമുണ്ടാവട്ടെ.